ഹലോ. അപ്പൊ ഇന്ന് നമുക്കൊരു ക്ലീനിങ് വ്ലോഗ് തന്നെയാണ്. ഇന്ന് വീടിനകത്തല്ല, ഇന്ന് പുറത്താണ്. ഇന്ന് നമുക്ക് മുറ്റത്താണ് ക്ലീൻ ചെയ്യാനുള്ളത്. കുറച്ച് ദിവസമായിട്ട് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മഴ ആയതുകൊണ്ട് മുറ്റം അടിക്കാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ആ കിടന്ന ചളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് താന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ മുറ്റം ഒന്ന് അടിച്ച് വൃത്തിയാക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുല്ലും അങ്ങനെയൊക്കെ പൊടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്കൊന്ന് വൃത്തിയാക്കിയിടാം. കണ്ടോ, ഇപ്പൊ നമ്മുടെ മുറ്റം ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇവിടെ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ പുല്ല് കയറി ആകെ ഇങ്ങനെ കുളമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് നമ്മുടെ മുറ്റം. അതുപോലെ തന്നെ നമ്മുടെ മീൻ കുളമാണിത്. കുറച്ച് മീനൊക്കെ ഉണ്ട്, കാണാവോ എന്നറിയില്ല. കണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചെടികളുണ്ട്. ആവശ്യമുള്ളതും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ അട്ട വരും. ആ അട്ട ഈ പുല്ലൊക്കെ കിടന്നാൽ ആ അട്ട വന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ വീടിനകത്തും വന്ന് കയറാൻ നോക്കും. കുറച്ച് ദിവസത്തിന് ശേഷം വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ ഒരു 4-4:30 ആയിട്ടുണ്ട് സമയം. ഒന്ന് വെറുതെ ഒന്ന് വെയിലത്ത് ഒരു 5 മിനിറ്റ് നിന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മുറ്റം മുഴുവനും അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പുല്ല് കരിക്കാൻ നിൽക്കാം. ഇതിപ്പോൾ ഈ കാണുന്നതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമുക്കിവിടെ ഇല വീഴാനായിട്ടുള്ള മരങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന റബ്ബർ തരുന്ന സംഭാവനകളാണ്. ഒരു കാറ്റടിച്ച് കഴിയുമ്പോഴേക്കും ഇതാണ് അവസ്ഥ. പുറത്ത് മണ്ണായതുകൊണ്ട് തന്നെ അകത്തും എപ്പോഴും നമ്മൾ ചവിട്ടിയൊക്കെ കയറുമ്പോൾ മണ്ണാവും കേട്ടോ. അതാണ് ആകെ ഉള്ളൊരു ബുദ്ധിമുട്ട്. മീനിനോട് കാര്യം പറയുന്നതാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും വന്ന് നോക്കും കേട്ടോ. അപ്പൊ നമ്മുടെ മുറ്റം എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇലയെല്ലാം അടിച്ചു വാരി കളഞ്ഞു. ഞാനിവിടെ പുല്ല് കുറച്ച് പൊടിച്ച് കഴിയുമ്പോഴേക്കും മരുന്നടിച്ച് കരിച്ച് കളയാറാണ് പതിവ്. നമുക്ക് ആവശ്യാനുസരണം വെള്ളം എടുക്കുക. എന്നിട്ട് 1 ലിറ്ററിന് ഇത്ര ml എന്നാണ്. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളമൊന്നും എടുത്തിട്ടില്ല. എനിക്കിപ്പോൾ ഇവിടെ ചുറ്റുപാട് ആവശ്യത്തിനുള്ള രീതിക്കുള്ള വെള്ളം എടുത്ത് മരുന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരിക്കുള്ള ചെടികൾക്കൊന്നും അടിക്കാണ്ട് നോക്കണം, എങ്കിലിത് കരിഞ്ഞു പോവും. ആവശ്യമില്ലാത്ത ചെടിക്ക് മാത്രം നോക്കി അടിച്ചാൽ മതി. ഇതിപ്പോൾ മഴയായാലും വെയിലായാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പൊക്കോളും കേട്ടോ. ബാക്ക് സൈഡാണ്. ഇവിടെ അധികം പുല്ലൊന്നുമില്ല, എന്നാലും ഉണ്ടായിരുന്നതിനൊക്കെ ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മരുന്നാണ് നമ്മൾ അടിക്കുന്നത്. ഇത് നമ്മൾ മരുന്നടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുല്ല് ഒരുപാട് പൊടിച്ച് വളർന്ന് അത് വിത്തായതിനു ശേഷം നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. കാരണം ആ വിത്ത് അവിടെ കിടന്നിട്ട് നമ്മൾ ഈ മരുന്നടിച്ചാലും അപ്പം നിൽക്കുന്ന ആ ഒരു പുല്ലൊക്കെ ഒന്ന് പോകും എന്നുള്ളതല്ലാതെ ഈ വിത്ത് വേഗം പൊടിച്ചു വരും. അപ്പം അതിനേക്കാളും ഒരു ഇടത്തരം ആകുമ്പോൾ ഒന്ന് പകുതിയൊക്കെ പൊടിച്ച് പകുതിയൊക്കെ ആവുന്ന സമയത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വിത്തും വരില്ല, ആ നിൽക്കുന്നതെല്ലാം അപ്പം പോവുകയും ചെയ്യും. പിന്നെ പെട്ടെന്നൊന്നും അത് പൊടിച്ചു വരില്ല കേട്ടോ തിരിച്ച്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ കുഞ്ഞുങ്ങളെ കയ്യിൽ നിന്ന് തൊട്ടടുത്ത് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ മരുന്ന് മാത്രം നമ്മൾ മാറ്റി വെച്ചാൽ പോരാ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് കഴുകി കുട്ടികളുടെ കയ്യിലൊന്നും എത്താത്ത രീതിക്ക് തന്നെ നമ്മൾ മാറ്റി വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ കഴുകുന്ന വെള്ളം, ആദ്യം ഞാൻ കഴുകിയ വെള്ളം ആ പുല്ലിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. കാരണം ഇത് കുറച്ചേ ഉള്ളെങ്കിലും പുല്ലിൽ ഒഴിച്ചാൽ അത് കരിഞ്ഞു പൊക്കോളും. ഇനി ഈ മീനിന്റെ കുളത്തിൽ കിടക്കുന്ന ഈ പായലും കൂടെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതൊക്കെ ഈ റബ്ബറിന്റെ ഇല വീഴുന്നതും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെടിയുടെ ഇല വീഴുന്നൊക്കെ കിടക്കുന്നതാണ്. ഇതിപ്പോൾ കലങ്ങിയാണ് കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായിക്കോളും. അതുപോലെ നല്ല മഴയും വരുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു വലിയ മഴയൊക്കെ പെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ പരിപാടിയൊക്കെ നിർത്തി വെച്ചിട്ട് വീട്ടിലേക്ക് കയറി. മഴയും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. നമ്മുടെ പുറത്തുള്ള പരിപാടി നമ്മൾ നിർത്തി വെച്ചു കേട്ടോ. നല്ല മഴയായി പുറത്ത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്ക് സൈഡ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം വെയിൽ വരുന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പുല്ലിൽ മരുന്നടിച്ചതിൻ്റെ റിസൾട്ട് ഞാൻ ഏതെങ്കിലും ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാമേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.